ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് മലയാളികൾക്ക് ചിരപരിചിതമായ ഒരു വാക്കാണ്. സാങ്കേതികമായ അർത്ഥത്തിൽ കൃത്യമായി നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന കൺസെപ്റ്റ് നമ്മുടെ ജീവിത സമരങ്ങളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം, അല്ലെ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പകർന്നു കൊടുക്കാനുള്ള ഈ സ്വാതന്ത്ര്യം നടത്തിയ നിയമയുദ്ധങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒന്നിനെ കുറിച്ചാണ്. അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുനാൽ കാമ്രയും പകർത്തെഴുത്ത് അല്ലെങ്കിൽ പകർന്നു കൊടുക്കൽ സ്വാതന്ത്ര്യങ്ങളും എന്ന വിഷയത്തിനെ കുറിച്ചാണ്. അപ്പോ നമുക്ക് നോക്കാം. കുനാൽ കാമ്രയും പകർന്നു കൊടുക്കൽ സ്വാതന്ത്ര്യങ്ങളും എന്ന് പറയുമ്പോൾ അതിൽ നായകൻ കുനാൽ കാമ്രയാണല്ലോ. എന്നാൽ കുനാൽ കാമ്രയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പകർന്നു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ഉറപ്പു തരുന്ന ഒരു മൗലിക അവകാശമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പാർട്ട് 3 പ്രകാരമുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അവകാശങ്ങളിൽ ഒന്നാണ് ഈ ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 19 ഉറപ്പു തരുന്നത്. അതിൽ ആർട്ടിക്കിൾ 19(1) ആണ് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത് പറയുന്നത് എന്താ വെച്ചാൽ ഒരാൾക്ക് സ്വന്തം ആശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. ഓക്കെ, ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഏത് രീതിയിൽ വേണമെങ്കിൽ ആവാം. അപ്പൊ അത് രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്ന് റൈറ്റ് ടു സ്പീച്ച്, നമുക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും രീതിയിൽ എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഏത് രീതിയിലാണെങ്കിലും ഇപ്പൊ ഈ സ്പീച്ചിനുള്ള അതേ സ്വാതന്ത്ര്യം എക്സ്പ്രഷനും ഉണ്ട്. ഒരു പുസ്തകം എഴുതുകയോ ഒരു കവിത എഴുതുകയോ ഒരു ലേഖനം എഴുതുകയോ പാട്ട് പാടുകയോ ചിത്രം വരയ്ക്കുകയോ കാർട്ടൂൺ വരയ്ക്കുകയോ നാടകം, സിനിമ, ബാലെ, കഥാപ്രസംഗം, അങ്ങനെ ഏതൊക്കെ രീതിയിൽ ശില്പങ്ങളായിട്ടാവാം, മറ്റ് കാരിക്കേച്ചറുകളായിട്ടാവാം, അങ്ങനെ ഏത് രീതിയിലും എനിക്ക് പറയാനുള്ള കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഉപകരിക്കുന്ന ഏത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ പരിധിയിൽ വരികയും അതിന് ഉള്ള സ്വാതന്ത്ര്യം, അതിനുള്ള മൗലികമായിട്ടുള്ള അവകാശം എനിക്കുണ്ട് എന്ന് ഭരണഘടന ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇപ്പോ ആർട്ടിക്കിൾ 14 പറയുന്ന തുല്യതയ്ക്കുള്ള അവകാശം, ആർട്ടിക്കിൾ 21 പറയുന്ന ജീവിക്കാനുള്ള അവകാശം എന്നീ അവകാശങ്ങൾ പോലെ പൂർണ്ണമല്ല ഈ അവകാശം. അതായത് 19(1) പറയുന്ന ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് 19(2) തന്നെ ചില റെസ്ട്രിക്ഷൻസും പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. അതായത് 8 റെസ്ട്രിക്ഷൻസ് ആണ് പറയുന്നത്. ഒന്ന്, ഇപ്പൊ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം, ഏത് രീതിയിലുള്ള എക്സ്പ്രഷൻ ആണെങ്കിലും ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം രാജ്യവിരുദ്ധമാവാൻ പാടില്ല. അതായത് രാജ്യത്തിന് സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻ പുറത്തുവിടാൻ ഈ ഫ്രീഡം എനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല. അതുപോലെ തന്നെ എന്റെ രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻസിനെ ബാധിക്കുന്ന രീതിയിലുള്ള കമന്റ് പാസ്സാക്കാനും എനിക്ക് അവകാശമില്ല. മറ്റൊരാളെ ഡീഫെയിം ചെയ്യുന്ന രീതിയിൽ, മറ്റൊരാളെ കുറിച്ച് അപവാദ പ്രചരണം നടത്തുന്ന രീതിയിലുള്ള സംസാരമോ അല്ലെങ്കിൽ എഴുത്തോ നടത്താനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതിയെ ലക്ഷ്യം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. ഈ രീതിയിൽ 8ഓളം റെസ്ട്രിക്ഷൻസ് കൃത്യമായിട്ട് ഭരണഘടനയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർട്ടിക്കിൾ 19 മൗലികാവകാശം ആയിരിക്കുമ്പോൾ തന്നെയും അതിന് കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് തന്നെ. ഓക്കെ, ഇനി ഇത്തരത്തിൽ ഉള്ള ഈ അവകാശം പല രീതിയിൽ പല കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് കൃത്യമായിട്ട് ആർട്ടിക്കിൾ 19 പറയുന്നില്ല. പത്രസ്വാതന്ത്ര്യത്തെ കുറിച്ച് അങ്ങനെ കൃത്യമായ വാചകങ്ങളിൽ പറയുന്നില്ലെങ്കിൽ പോലും പത്രസ്വാതന്ത്ര്യം ഈ ആർട്ടിക്കിൾ 19 ഭാഗമാണെന്ന് പല കോടതികൾ വിധികളിലൂടെ സുപ്രീം കോടതി ഉറപ്പിച്ചു പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ആ രീതിയിൽ വളരെയധികം വൈഡൻ ചെയ്തിട്ടുള്ള ഒരു അവകാശവുമാണ് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത്. അപ്പൊ ഈ അവകാശവും വൈഡൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ റെസ്ട്രിക്ഷൻസിനെ കുറിച്ചുള്ള ക്ലാരിറ്റിയും കുറെ കൂടി ഡീപ്പൻ ആയിട്ടുണ്ട് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിലായിട്ടുള്ള ഭരണഘടനാ പഠനങ്ങളിലൂടെയും ഭരണഘടനാപരമായ തീരുമാനങ്ങളിലൂടെയും. ഓക്കെ, അപ്പോ ഇനി ഈ
ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുനാൽ കാമറയെ കുറിച്ചാണ്. ഇപ്പൊ കുനാൽ കാമറയും പകർന്നു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മൾ പറയുമ്പോൾ കുനാൽ കാമറ ആരാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ 2013 മുതലൊക്കെ പബ്ലിക് സ്പേസിലുള്ള ഒരു ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ് ഈ കുനാൽ കാമറ. ഓക്കെ, അപ്പോ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ തർജ്ജമ ചെയ്യുന്നില്ല, നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പോൾ നമ്മൾ പഴയ കാലത്ത് കുറച്ച് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ചാക്യാർ കൂത്ത് അല്ലെങ്കിൽ തുള്ളൽ, പ്രധാനമായിട്ടും കുഞ്ചൻ നമ്പ്യാർ വികസിപ്പിച്ചെടുത്ത പല രീതിയിലുള്ള തുള്ളലുകൾ പിന്നീട് പല കലാകാരന്മാരായിട്ട് വളർത്തിയെടുക്കുകയും രംഗത്ത് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു കലാരൂപം എന്നതിലപ്പുറം ഒരു ആക്ഷേപഹാസ്യത്തിനുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ ഈ തുള്ളൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അതാത് കാലങ്ങളിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളെ, ഇപ്പൊ ഏത് തരത്തിലുള്ള അധികാരമാണെങ്കിലും, അത് ജനാധിപത്യത്തിലാണെങ്കിലും ജനാധിപത്യം നിലനിന്നിട്ടില്ലാത്ത കാലത്താണെങ്കിലും, ഈ അധികാരം എന്ന് പറയുമ്പോൾ അത് പൊളിറ്റിക്കൽ ആവാം, സോഷ്യൽ ആവാം, മറ്റേത് തരത്തിലുള്ളതാവാം. അപ്പൊ ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളെ നേരിട്ട് വിമർശിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഹാസ്യം കലർത്തിക്കൊണ്ട് വിമർശിക്കുകയും അത്തരത്തിലുള്ള വിമർശനങ്ങളെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങളെ പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യാൻ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ കണ്ടുപിടിച്ച പല വഴികളിൽ ഒന്നാണ് ചാക്യാർ കൂത്താണെങ്കിലും തുള്ളലാണെങ്കിലും പിന്നീട് ഒരു കാലഘട്ടത്തിൽ നാടകങ്ങളിലൂടെയും ഹാസ്യ നാടകങ്ങളിലൂടെയും പിന്നീട് കഥാപ്രസംഗത്തിലൂടെയും അങ്ങനെ പല കാലങ്ങളിൽ ഇപ്പൊ കാർട്ടൂണുകളിലൂടെയും ഒക്കെ അവരൊക്കെ ചെയ്തിട്ടുള്ളത് ഈ കൃത്യം തന്നെയാണ്. അതായത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ പ്രവൃത്തികളെ വിമർശിക്കുക, അത് ഹാസ്യാത്മകമായി വിമർശിക്കുക എന്ന അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ധർമ്മം ഈ ചെയ്തു പോന്നിട്ടുണ്ട്. അത് എല്ലാ കാലത്തും ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ പരിധിയിൽ വന്നു നിൽക്കുന്ന ഒരു കാര്യവും ആണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റാൻഡപ്പ് കോമഡി അത്തരത്തിൽ വേണമെങ്കിൽ ഇപ്പോ കുനാൽ കാമറയൊക്കെ ചെയ്യുന്നത് ഒരുതരം ഒബ്സർവേഷണൽ കോമഡിയാണ്. ചുറ്റും കാണുന്ന കാര്യങ്ങളെ അയാൾ തമാശ രൂപത്തിൽ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അത് കണ്ട് ചിരിക്കുന്നവരുണ്ടാവാം, അത് കണ്ട് ചിന്തിക്കുന്നവരും ഉണ്ടാവാം. അപ്പൊ അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് കുനാൽ കാമറയും അതുപോലുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻസും ചെയ്തു വരുന്ന ഒരു ധർമ്മം. ഇപ്പൊ 2015 അപ്പൊ മില്ലനിയത്തിന്റെ 2ാം പതിറ്റാണ്ടിന്റെ പകുതി തുടങ്ങിയിട്ടൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്ര കൂടുതലായത്, അല്ലെ? ഇപ്പൊ 2015 കൂടിയിട്ട് നമുക്ക് പറയാം ഇത്രയധികം വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് ഇതിന്റെയൊക്കെ ഉപയോഗം ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ, ഗ്ലോബലി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വളരെ കൂടുതലായത് ഈ ഒരു 2015 ശേഷമൊക്കെയാണെന്ന് പറയാം. അപ്പൊ അതോടുകൂടിയാണ് ഇന്റർനെറ്റ് ഇത്ര വ്യാപകമായതും ആളുകൾ ഈ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയും ഒക്കെ ചെയ്തപ്പോഴാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇത്തരത്തിലുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വലിയ ഒരു സാധ്യതയാണ് ഒരുക്കി കൊടുത്തത്. ഇപ്പൊ അതിന് മുമ്പുള്ള ഇത്തരം കാര്യങ്ങളിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊരു പേപ്പറിൽ ഒരു ലേഖനം എഴുതണം, അല്ലെങ്കിൽ ഒരു മാഗസിനിൽ എന്തെങ്കിലും എഴുതണം, അല്ലെങ്കിൽ എനിക്ക് അന്ന് ദൂരദർശനിലോ മറ്റേതെങ്കിലും ന്യൂസ് ചാനലിലോ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ച് ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, എനിക്ക് പറയാനുള്ള കാര്യം ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു എഡിറ്ററുടെ ഒരു എഡിറ്റർ എന്നൊരു ഇന്റർമീഡിയറി ഉണ്ട്. ആ എഡിറ്റർക്ക്, അതിപ്പോ ന്യൂസ് ചാനലിനോ ന്യൂസ് പേപ്പറിനോ ആണെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ എഡിറ്ററുടെ ക്വാളിറ്റി ടെസ്റ്റിൽ സാറ്റിസ്ഫൈഡ് ആവുന്നതോ തുടങ്ങിയ അങ്ങനെയൊക്കെയുള്ള ഒരു ഫിൽറ്ററിങ് വഴി മാത്രമേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് പറയാനുണ്ടായിരുന്നത് കൊണ്ട് മാത്രം എനിക്കത് പ്രക്ഷേപണം ചെയ്യാൻ, ആ രീതിയിൽ അത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഫിൽറ്ററിങ് അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ ഫിൽറ്ററിങ്ങിന്റെ മാനദണ്ഡം എന്ത് തന്നെയായിരുന്നാലും, എന്നാൽ ആ ഫിൽറ്ററിംഗ് ആണ് സോഷ്യൽ മീഡിയ എടുത്തു കളഞ്ഞത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ പറയൂ, അത് ഞങ്ങൾ ജനങ്ങളിൽ എത്തിക്കാം എന്നാണ് ഇപ്പൊ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ലിങ്ക്ഡിനും അതുപോലുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ജനങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഈ സാധ്യത വളരെ കൂടുതൽ ഉപയോഗിച്ച ആളുകളാണ് ഇന്ത്യക്കാർ എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള സാധ്യതകളെ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫോളോവേഴ്സിന്റെ കണക്ക് നോക്കിയാൽ ഇന്ത്യയിലുള്ള അത്ര ഫോളോവേഴ്സ് ലോകത്ത് എവിടെയും ഉണ്ടാവില്ല. കാരണം ഇതുപോലുള്ള ഒരു യങ് പോപ്പുലേഷൻ, സോഷ്യൽ മീഡിയ ആക്സസ് ഉള്ള അല്ലെങ്കിൽ ഇന്റർനെറ്റ് ലിറ്ററസി ഉള്ള ഇത്ര വലിയൊരു പോപ്പുലേഷനും മറ്റ് രാജ്യങ്ങളിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് എന്ന് പറയാതെ വയ്യ. ഇനി നമ്മൾ ആ നിയമ പ്രശ്നത്തിലേക്ക് വരാം.
ഇപ്പോൾ കുനാൽ കാമ്ര ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിരിക്കുകയും അയാൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടി ആയിരിക്കുകയും അയാൾക്കൊരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്, അയാൾക്ക് ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട്. അത്തരത്തിൽ എല്ലാ രീതിയിലും അയാൾ ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആളുകൾ അവനവന് പറയാനുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ ഇന്ന് ഞാൻ ഇരുന്ന് ചെയ്യുന്നതും അത് തന്നെയാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതിന് ഈ യൂട്യൂബ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നത് ഇതാണ്. ഇനി അത് കാണുന്നവരുടെ ഇഷ്ടമാണ്, ഇത് കാണണോ വേണ്ടയോ, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യം പറയാനുള്ള ഒരു സംവിധാനം സോഷ്യൽ മീഡിയ ഒരുക്കി തരുന്നുണ്ട്, ഉറപ്പു തരുന്നുമുണ്ട്. അവിടെയാണ് ഈ പുതിയ നിയമം, അതായത് 2024 നിലവിൽ വന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടില് പുതുതായിട്ട് കൊണ്ടുവന്ന ചില റൂൾസ് ആണ്. എല്ലാ റൂൾസിന്റെ പേര് ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ എത്തിക്കൽ കോഡ്സ് 2024. ഇതെന്താ പറയണെന്ന് വെച്ചാൽ ഇതുവരെ ഇല്ല, ഈ IT ആക്ടിൽ ഇതുവരെ ഇല്ലാത്ത ചില റൂൾസ് ആണ് ഇത് കൊണ്ടുവരുന്നത്. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ പറയുന്ന ഈ സോ കോൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന റൂൾസ് ആണ്. അപ്പൊ അതിൽ ഈ റൂൾ 7 ആണ് അതിൽ ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളത്. ഈ റൂൾ 7 പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു കാര്യം പറയണമെങ്കിൽ അത് എനിക്ക് വേണമെങ്കിൽ ഫേസ്ബുക്ക് ലൈവായിട്ട് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് ലൈവ് ചെയ്യാം. ഇതൊക്കെ തരുന്ന സ്വാതന്ത്ര്യം എന്താണ്? എനിക്ക് പറയാനുള്ള കാര്യം ഇപ്പോ എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് എത്ര ആളുകൾ കാണുന്നു എന്നുള്ളതൊന്നും എന്റെ കയ്യിൽ അല്ലെങ്കിൽ പോലും ഇത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, നേരത്തെ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എന്നാൽ ഈ ഡിജിറ്റൽ എത്തിക്കൽ കോഴ്സിലെ റൂൾ 7 പറയുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ്, അത് ഓഡിയോ ആയാലും വീഡിയോ ആയാലും നേരിട്ട് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പൊ ഇന്റർമീഡിയറീസ് ആയിട്ടുള്ള യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അവർ ചെയ്യേണ്ട ഒരു പണി എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരാൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉടനെ അത് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിന് അയച്ചു കൊടുക്കണം. ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിലെ മെമ്പേഴ്സ് ആരാണെന്ന് സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. അവരത് ചെക്ക് ചെയ്യും, ഈ വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും ചെക്ക് ചെയ്ത്, അഥവാ അവർക്ക് തോന്നുകയാണ് ഈ കണ്ടന്റ് ഗവൺമെന്റിനെതിരാണ് അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്കെതിരാണ്, അതല്ലെങ്കിൽ ഇത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഇതിന്റെ അപ്ലോഡിങ്ങിന് ഡിനൈ ചെയ്യാം. അതായത് ഇത് കണ്ടന്റ് ശരിയല്ല, ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അഥവാ അവർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അവർ അപ്രൂവ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ആവുന്നത്. ഇതാണ് ഈ ഡിജിറ്റൽ എത്തിക്കൽ കോഡ്സ് റൂൾ 7 പറയുന്നത്. കുനാൽ കമ്ര ഒരു പൊതു താല്പര്യ ഹർജി ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് ചലഞ്ച് ചെയ്യുന്നത് ഈ റൂൾ 7 ഓഫ് ദ ഡിജിറ്റൽ എത്തിക്കൽ കോഡ്സ് 2024 ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനെ ആണ്. ഓക്കെ, ഇനി കുനാൽ കമ്രയുടെ കണ്ടൻഷൻസ് എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം, ഇത് ഈ ഡിജിറ്റൽ എത്തിക്കൽ കോഡിലെ ഈ റൂൾ 7 ആർട്ടിക്കിൾ 14 ഉറപ്പുതരുന്ന തുല്യതയ്ക്കുള്ള അവകാശത്തിനുള്ള ലംഘനമാണ്. കാരണം ഈ ഡിജിറ്റൽ എത്തിക്കൽ കോഡ് വഴി ഞാൻ അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആര് ചെയ്താലും അത് ഗവൺമെന്റിന്റെ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ചെക്ക് ചെയ്ത് തീരുമാനിക്കും. എന്നാൽ അതേസമയം ഈ ചെക്കിങ് ഗവൺമെന്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തില്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള പല വീഡിയോസും പല ചാനലുകളിലും പല സോഷ്യൽ മീഡിയയിലും കാണുന്നുണ്ട്. അവർക്ക് ഈ ചെക്കിംഗ് ഇല്ല. അപ്പോ ചെക്കിംഗ് എന്തിനു വേണ്ടിയാണ്? നമ്മൾ കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ ഈ ചെക്കിംഗ് രണ്ട് സൈഡിലും വേണമല്ലോ, അതില്ല. അപ്പോ ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള മിസ്ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യാം എന്നല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടാവുകയും, എന്നാൽ സാധാരണ ആളുകളുടെ ഇൻഫോർമേഷനെ ഗവൺമെന്റ് ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്നത് തുല്യതയ്ക്കുള്ള അവകാശത്തിനുള്ള ലംഘനമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ആർട്ടിക്കിൾ 19 ഉറപ്പ് തരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം. അതായത് എനിക്ക് പറയാനുള്ള കാര്യം പറയാൻ ഗവൺമെന്റ് എന്നെ അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനുള്ള കാരണം അപ്പൊ നേരത്തെ ഞാൻ 19(2) പറഞ്ഞു, കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. തോന്നിയതൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല.
എന്നാൽ അതേസമയം എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നതുകൊണ്ട് മാത്രം ഞാൻ പറയാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്ന ഒരു സാഹചര്യമാണ് ഈ ഡിജിറ്റൽ എത്തിക്കൽ കോഡ് ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ ഗവൺമെന്റിൽ നടക്കുന്ന ഒരു കറപ്ഷനെ പറ്റിയിട്ടായിരിക്കാം. ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം. മറിച്ച് അത് ഗവൺമെന്റിനെതിരെയാണ് ഈ ഇൻഫോർമേഷൻ ജനങ്ങളിലേക്ക് എത്തുന്നത്, ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റിനെതിരെയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഗവൺമെന്റിന് ഈ ഇൻഫോർമേഷനെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം, അതൊരു അൺഎത്തിക്കൽ സെൻസറിങ്ങിനുള്ള ഒരു സാഹചര്യം ഈ ഡിജിറ്റൽ എത്തിക്കൽ കോഡ് വഴി ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ അത് ആർട്ടിക്കിൾ 19 വയലേറ്റ് ചെയ്യുന്നു എന്നാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും റൈറ്റ് ടു ലൈഫ്, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ റൈറ്റ് ടു ലൈഫിൽ നമ്മൾ നിർത്തും. സത്യത്തിൽ ആ അവകാശം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നാണ്. ഈ പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം, ഈ വ്യക്തി സ്വാതന്ത്ര്യം നേരത്തെ പറഞ്ഞ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് അല്ലെ. എങ്ങനെയുള്ള വ്യക്തിയായാണ് ഞാൻ ജീവിക്കേണ്ടത്, സത്യം തുറന്നു പറയുന്ന ഒരാളായിട്ടാണ്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളായിട്ടാണ്, ജനങ്ങളിലേക്ക് സത്യം എത്തിക്കേണ്ടുന്ന ഒരാളായിട്ടാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന, കാരണം ഞാൻ പറയുന്നത് നിങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന ഒറ്റ കാരണമുണ്ട്. അപ്പൊ ഈ ഡിജിറ്റൽ എത്തിക്കൽ കോഡ് ആർട്ടിക്കിൾ 21 പോലും വയലേഷൻ ആണ്. ഇനി അത് മാത്രല്ല, ഇപ്പൊ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയും. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൽ മൂന്ന് അടിസ്ഥാന നിയമങ്ങളുണ്ട്. അതിൽ ഒരു നിയമം നോ വൺ ഷാൽ ബി എ ജഡ്ജ് ഓഫ് ഹിസ് ഓൺ കേസ് എന്നാണ്. അതായത് എന്റെ കേസിൽ ഞാൻ ജഡ്ജി ആവാൻ പാടില്ല. എനിക്ക് ഒരാളെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഞാൻ ആ കംപ്ലൈന്റ് കൊടുത്തു. അപ്പോ ഞാനും അയാളും അല്ലാതെ മൂന്നാമതൊരാളായിരിക്കണമല്ലോ ഈ കേസിൽ ജഡ്ജ് ആയിരിക്കുന്നത്. അങ്ങനെ ആവുമ്പോഴേ അത് ഇമ്പാർഷ്യൽ ആവുള്ളൂ. മറിച്ച് കംപ്ലൈന്റ് ഉള്ളതും എനിക്കാണ്, തീരുമാനിക്കുന്നതും ഞാനാണെങ്കിൽ അവിടെ നീതി നടപ്പാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഈ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്കെതിരെയുള്ള ഒരു കേസ് നിങ്ങൾ തീരുമാനിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഈ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന് ഘടകവിരുദ്ധമാണ് ഈ പറയുന്ന ഡിജിറ്റൽ എത്തിക്കൽ കോഡ്. കാരണം ഇത് ഗവൺമെന്റിന് എതിരാണോ അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് എതിരാണോ എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ആണ്. ആ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിൽ ആരൊക്കെ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രൊസീജറൽ ഫെയർനെസ് ഇല്ല. എന്ന് മാത്രമല്ല, ഗവൺമെന്റിന് എതിരെയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ് എന്നതുകൊണ്ട് ഇത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനം കൂടിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് കുനാൽ കാമ്ര ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. എല്ലാവർക്കും അറിയാം, വാട്സപ്പിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലെ മറ്റു പല പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിലും പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന, ഒരു ഫിൽറ്ററും ഇല്ല, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ. പലപ്പോഴും ഇപ്പൊ നമ്മൾ പറയാറുണ്ട് വായിച്ചു നോക്കാണ്ട് പലതും ഫോർവേഡ് ചെയ്യും, തള്ളിവിടാന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഈ തള്ളിവിടൽ കൾച്ചർ കാരണം തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആളുകൾക്ക് എത്തുകയും പലപ്പോഴും വേണ്ടത്ര ഉത്തരവാദിത്വബോധത്തോടു കൂടി അല്ലാതെ ആളുകൾ അതിനെ കൈകാര്യം ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ആളുകൾക്കിടയിൽ ഭിന്നിപ്പും പല പ്രശ്നങ്ങളും സാമൂഹികമായി പലതരത്തിലുള്ള അരാജകത്വവും സൃഷ്ടിക്കാൻ വളരെ എളുപ്പത്തിൽ പാസ് ചെയ്യുന്ന ഇത്തരം സോഷ്യൽ മീഡിയ മെസ്സേജുകൾക്ക് സാധിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫിൽറ്ററിങ് ഇല്ല അതിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഇപ്പൊ ഈ വൈറലിന്റെ ഒരു കൾച്ചറാണ്. അപ്പൊ അത് ആര് വേണമെങ്കിൽ വിചാരിച്ചാൽ ഈ സംഭവം വൈറൽ ആക്കാം. അങ്ങനെ വളരെ വലിയ ഒരു മാസിനെ ഈ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും. എന്നിരിക്കെ അത്തരം സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ഫിൽറ്ററിങ്ങിന്റെ ആവശ്യമുണ്ട് എന്നാണ് ജസ്റ്റിസ് ഗോഖലെ പറഞ്ഞത്. ഇതൊരു ഫിൽറ്ററിംഗ് ആണ്, ഇതിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഒന്നുമില്ല. വേണ്ട രീതിയിലുള്ള ഒരു ഫിൽറ്ററിംഗ് ഇല്ലാതെ ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ അതൊരു കൺസേൺ ആണ്. ആ കൺസേൺ നിയമപരമാണ്, അതിൽ തെറ്റായിട്ട് ഒന്നുമില്ല എന്നാണ് ജസ്റ്റിസ് ഗോഖലെ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ഉള്ള ഈ ഡിജിറ്റൽ എത്തിക്കൽ കോഡ് വേണ്ട രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടത്ര പ്രൊസീജറൽ ഫെയർനെസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിൽ ആരായിരിക്കണം എന്നത് ഈ കോഡ് പറയുന്നില്ല. ഇപ്പൊ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന കുറച്ച് ബ്യൂറോക്രാറ്റ്സോ അല്ലെങ്കിൽ കുറച്ച് ഗവൺമെന്റിന്റെ സൈഡിലുള്ള അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സൈഡിലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നീതിപരമായിരിക്കില്ല ഇത്തരത്തിലുള്ള ഒരു ചെക്കിംഗ്.
അപ്പൊ അത് നീതിപരമായിരിക്കും എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒന്നും ഈ റൂൾസിൽ ഇല്ല എന്നിരിക്കെ ഇത് കംപ്ലീറ്റ്ലി അബ്സ്ട്രാക്റ്റ് ആണ്. അതിലൊരു പ്രൊസീജിയറൽ ഫെയർനെസ് ഇല്ല. എന്തുകൊണ്ടില്ല? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഇൻഫർമേഷൻ നിങ്ങൾക്കെതിരെയാണോ അല്ലയോ എന്നത്, അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ മിസ് ഇൻഫർമേഷൻ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ് എന്നത് കൊണ്ട് തന്നെ ഇത് നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് ആർട്ടിക്കിൾ 14 വയലേഷൻ ആണ്. ഇത്തരത്തിൽ നമ്മൾ ഈ ഡിജിറ്റൽ എത്തിക്കൽ കോഡിനെ അലൗ ചെയ്യുകയാണെങ്കിൽ അടിസ്ഥാനപരമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ, സോഷ്യൽ മീഡിയ വഴിയുള്ള ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒന്നായിരിക്കും ഇത് എന്ന് ഒബ്സർവ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഈ റൂൾ 7 ഓഫ് ഡിജിറ്റൽ എത്തിക്കൽ കോഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് കാണുകയും ചെയ്തു ജസ്റ്റിസ് പട്ടേൽ. ഇപ്പൊ ഈ ഡിസിഷന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു സ്പ്ലിറ്റ് ജഡ്ജ്മെന്റ് ആണ്. 2 ജഡ്ജിമാരുണ്ട്, രണ്ടുപേരും 2 വ്യത്യസ്തങ്ങളായ, തീർത്തും വ്യത്യസ്തങ്ങളായ 2 അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തപ്പോൾ ഇതിൽ നിന്നും അപ്പീൽ പോയി സുപ്രീം കോടതി. അപ്പൊ ഈ കേസിന്റെ അപ്പീൽ ഇപ്പോഴും ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ ഇന്നും ഇത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പരിഗണിക്കപ്പെട്ട് പെൻഡിങ് ആയിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഹൈക്കോടതി തന്നെ കണ്ടെത്തിയ മറ്റൊരു ഇപ്പൊ ഇങ്ങനത്തെ തരത്തിലുള്ള സ്പ്ലിറ്റ് ജഡ്ജ്മെന്റ് വരികയാണെങ്കിൽ അതിനൊരു പരിഹാരം എന്നുള്ളതായിരിക്കും ഹൈക്കോടതി കണ്ടെത്തിയ ഒരു ടൂൾ എന്ന് പറയാം. അതായത് ഈ ജഡ്ജ്മെന്റിനെ മൂന്നാമതൊരു ജഡ്ജിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. അപ്പോൾ ആ രീതിയിൽ ജസ്റ്റിസ് ചന്ദൂർക്കറുടെ അടുത്തേക്ക് ഈ അദ്ദേഹത്തിന്റെ പരിഗണനയ്ക്ക് ഇത് വിടുകയും അങ്ങനെ ജസ്റ്റിസ് ചന്ദൂർക്കർ ഈ 2 പേരുടെയും അഭിപ്രായങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിച്ചതിന് ശേഷം അദ്ദേഹം പുറപ്പെടുവിച്ച മൂന്നാമത്തെ ജഡ്ജ്മെന്റ് പ്രകാരം പ്രൊസീജിയറൽ ഫെയർനെസ് ഇല്ലാതെ, കൃത്യമായ ഗൈഡ് ലൈൻസ് ഇല്ലാണ്ട് കംപ്ലീറ്റ്ലി അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള പ്രൊവിഷൻ മാത്രമുള്ളത് കൊണ്ടും അത് ആർട്ടിക്കിൾ 14 വയലേഷൻ ആണ്. ഈ രീതിയിൽ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ആർബിട്രറി ആയിട്ടുള്ള സെൻസർഷിപ്പിന് കാരണമാവുകയും അതുകൊണ്ട് തന്നെ അത് ആർട്ടിക്കിൾ 19 ഉറപ്പുവരുത്തുന്ന പകർന്നു കൊടുക്കാനുള്ള ഈ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുകയും ചെയ്യും എന്ന ഒബ്സർവേഷനോട് പൂർണ്ണമായി ജസ്റ്റിസ് ചന്ദൂർക്കർ യോജിക്കുകയും അതുകൊണ്ട് തന്നെ ഈ റൂൾ 7 ഓഫ് എത്തിക്കൽ കോഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് കാണുകയും ചെയ്തു. അപ്പൊ ബോംബെ ഹൈക്കോടതിയുടെ വിധി ഇങ്ങനെയാണ്. അതായത് ഒന്നിനെതിരെ 2 പേരാണ്, 2:1 എന്നുള്ള മെജോറിറ്റിയിൽ ബോംബെ ഹൈക്കോടതി ഈ എത്തിക്കൽ കോഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് കാണുകയും അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റേ ചെയ്യുകയും ചെയ്തു. അപ്പോ ഇന്ന് ഇതാണ് അവസ്ഥ. എന്നാൽ ഈ കേസ്, അതേസമയം ഈ കേസ് ഇപ്പൊ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്, സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയും ആണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഒരു സംജ്ഞ വർഷങ്ങളായി, നീണ്ട വർഷങ്ങളിൽ ജനാധിപത്യ സമരങ്ങളുടെ ഭാഗമായി പല യുദ്ധങ്ങളും നയിക്കുകയും പലതിലും ജയിക്കുകയും ചിലതിൽ ജയിക്കാതെ ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയൊക്കെ ആയിരിക്കുകയും വേണം. അതായത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളെ വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവർ ചെയ്യുന്ന തെറ്റുകളെ പൊതുജന സമക്ഷം കൊണ്ടുവന്ന് നിർത്തി വിചാരണ ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നിലനിന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സമരങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് പല രീതിയിൽ, പല കാർട്ടൂണുകളിലൂടെ ആണെങ്കിലും ചിത്രങ്ങളിലൂടെ ആണെങ്കിലും ചുമരെഴുത്തുകളിലൂടെ ആണെങ്കിലും നോവലെഴുത്തിലൂടെ ആണെങ്കിലും മുദ്രാവാക്യം വിളിയിലൂടെ ആണെങ്കിലും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിലനിർത്തുക എന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്. ഇത് ഭരണഘടനാപരമായ നിയമനിർമ്മാണത്തിന്റെയും ജനാധിപത്യ പ്രക്രിയയുടെയും ഭാഗമായി നിലനിൽക്കുകയും വേണം. അതിനെ നിലനിർത്തുക എന്നത് ഒരു കുനാൽ കമർ നടത്തുന്ന സമരമല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമായി, നമ്മുടെ നിലനിൽപ്പ് തന്നെയാണല്ലോ ഏറ്റവും വലിയ രാഷ്ട്രീയം, നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും നടത്തുന്ന സമരങ്ങളുടെ ഭാഗവുമാണ്. അപ്പോ കണ്ണിൽ നെയ്യൊഴിച്ച് സ്തുതിപാഠകർ തീർക്കുന്ന ഇരുമ്പുമറയ്ക്കപ്പുറത്തു നിന്നും രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഒരു കുഞ്ഞു നാവെങ്കിലും ഉയരുന്നിടത്തോളം കാലം ജനാധിപത്യം മരിക്കുകയില്ല.